ജീവിതത്തിങ്കൽ ഒറ്റപ്പെട്ടു പോയോ? നിരാശയും നിന്ദയും അപമാനവും കഷ്ടതയും വേദനയും രോഗവും ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിങ്കിലേക്ക് കടന്നു വന്ന് പ്രതീക്ഷയറ്റുപോയോ? വിശുദ്ധ ബൈബിൾ ഇങ്ങനെ നമ്മെ ബലപ്പെടുത്തുകയാണ്. 23-ാമത്തെ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ, കൂരിരുൾ താഴ്വരയിലൂടെ കടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അതേ, കൂരിരുൾ താഴ്വരയുടെ അനുഭവങ്ങൾ ജീവിതത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതം പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാരപ്പെട്ടു പോകുവാനല്ല, പ്രയാസപ്പെട്ടു പോകുവാനല്ല, നമ്മെ കരം പിടിച്ചിരിക്കുന്ന കർത്താവുണ്ട്. അതെ, കൂരിരുൾ താഴ്വരയിലൂടെ കടന്നുപോയാൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മോട് കൂടെ ഇരിക്കുന്നവനായ കർത്താവുണ്ട്, നമ്മെ ആശ്വസിപ്പിക്കുന്നവനായ കർത്താവ്, നമുക്ക് ധൈര്യം നൽകി തരുന്നവൻ, നമുക്ക് ബലം നൽകി തരുന്നവൻ. ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാല്, ഉറ്റവരും ഉടയവരും നമ്മെ ഉപേക്ഷിച്ച് കടന്നുപോയാല്, നമ്മുടെ സ്വന്തമായിരിക്കുന്നവർ നമ്മെ അപമാനിച്ച് തള്ളിക്കളഞ്ഞാല് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ കരം പിടിച്ചിരിക്കുന്നു, ബലവാനായിരിക്കുന്നവൻ നമ്മെ താങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടി നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് കഴിയും, ക്രൂശിന്റെ ശക്തിയാൽ എനിക്ക് ജയമുണ്ട്. കൂരിരുൾ താഴ്വരയുടെ നടുവിലൂടെ ഞാൻ കടന്നുപോയാല് എന്നെ അക്കരെ എത്തിക്കുന്ന ഒരുവനുണ്ട്. ശാന്ത തുറമുഖത്തിലേക്ക് എന്നെ കൈപിടിച്ചിരിക്കുന്ന കർത്താവിന്റെ കരുത്തിങ്കൽ എനിക്ക് സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ദൈവമഹത്വമുണ്ട്. എനിക്ക് മാത്രമല്ല, എന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ, എന്റെ തലമുറയോടുള്ള ബന്ധത്തിങ്കൽ, രഹസ്യത്തിലും പരസ്യത്തിലും പ്രാർത്ഥിക്കുന്ന എന്റെ ജീവിതത്തിങ്കൽ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ, എന്റെ സഭയ്ക്കുള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോകുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തവന്റെ വലിയ സാന്നിധ്യത്തിനായി നമുക്ക് നന്ദി പറയാം. കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.